നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ മുഴുവൻ ഉത്തരവാദി വി.ഡി. സതീശനാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അബിൻ വർക്കിക്ക് പകരം ഒ.ജെ. ജനീഷിനെ അവിടെ പ്ലേസ് ചെയ്യാൻ കാരണം? രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയതിന്റെ ഉത്തരവാദിത്വം വി.ഡി. സതീശനാണ്. CPM-കാരെ ആക്ഷേപിച്ചു, BJP-കാരെ ആക്ഷേപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൽ സംഘടനാപരമായി നടപടി എടുത്തതിന്റെ പേരിൽ വി.ഡി. സതീശൻ ആക്രമിക്കപ്പെട്ടു. ജനീഷ് ആരാണെന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം ജനീഷിന്റെ കഴിഞ്ഞകാല ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ഈ കിട്ടുന്ന സ്ഥാനം മറ്റു ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമാണ്. ഒ.ജെ. ജനീഷ് ആരാന്ന് ചോദിക്കുമ്പോൾ അതേ ചോദ്യം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കേട്ടിരുന്നു. അപ്പൊ നിങ്ങൾ പോലും ഞങ്ങളെ വിളിക്കുന്നതിന്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വരുന്ന വിസിബിലിറ്റിയാണ്. രാഷ്ട്രീയമാണ് പുതിയ കാലത്തെ യുവാക്കളെ നയിക്കേണ്ടത്. എവിടെ ഭാരവാഹിയാകുന്നു എന്നുള്ളതല്ല, നമ്മൾ ഏത് വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. നമസ്കാരം സർ. അപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് മാറിയ സ്ഥാനത്തേക്ക്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഒ.ജെ. ജനീഷിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു. അബിൻ വർക്കി ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തുകയും എനിക്ക് കേരളത്തിൽ നിന്ന് പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്തുകൊണ്ടാണ് അബിൻ വർക്കിക്ക് പകരം ഒ.ജെ. ജനീഷിനെ അവിടെ പ്ലേസ് ചെയ്യാൻ കാരണം? അല്ല ഹർഷ, അതില് അബിൻ വർക്കിക്ക് പകരമൊന്നുമില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് പകരമാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം അബിൻ വർക്കിക്ക് ആയിരുന്നല്ലോ അവിടെ ആ ഒരു സ്ഥാനം നൽകാനുള്ളൊരു. അങ്ങനെയില്ല. ഇത് പ്രസിഡന്റിന്റെ അഭാവത്തിൽ ചുമതലകൾ വഹിക്കാനാണ് വൈസ് പ്രസിഡന്റ് എന്നുള്ള പൊസിഷൻ. അപ്പോൾ ഇവിടെ 4 വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അബിൻ വർക്കി. അപ്പൊ ഈ നാച്ചുറൽ ചോയ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റ്സ് ആണ് അതിൽ വരുന്നത്. ഇതിലിപ്പോ തൊട്ടടുത്ത വോട്ട് കിട്ടിയത് കൊണ്ട് അബിൻ വർക്കി മറ്റുള്ളവരെക്കാൾ മികച്ചതോ അല്ലെങ്കിൽ അത്രയും വോട്ട് കിട്ടാത്തതോ മറ്റുള്ളവർ മോശക്കാരോ ആകുന്നില്ല. ഇതിൽ ആ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത അതിന്റെ അകത്ത് നിന്ന് മത്സരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അത്തരം ഇതിൽ മത്സരിച്ച് ഭാരവാഹി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിന്റെ സാധ്യതകൾ എങ്ങനെയാ അങ്ങനെയൊക്കെ വോട്ട് കിട്ടുന്നത് കൃത്യമായിട്ട് അറിയാം. ഇതില് അബിൻ വർക്കിയെ ഒഴിവാക്കുകയല്ല ചെയ്തത്. അബിൻ വർക്കിക്ക് സത്യത്തിൽ പ്രൊമോഷനാണ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് അഖിലേന്ത്യാ സെക്രട്ടറി ആകുക എന്ന് പറഞ്ഞാൽ വലിയ അംഗീകാരം. ഞങ്ങളൊക്കെ സംസ്ഥാന ഭാരവാഹികളായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളത് അഖിലേന്ത്യാ ഭാരവാഹിയാവണമെന്നൊക്കെ. അതൊന്നും സാധിച്ചിട്ടില്ല. അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഈ കിട്ടുന്ന ഇവരെല്ലാവരും ഒരേപോലെ അർഹരായിട്ടുള്ളത്. കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഭാഗ്യം പുറത്തു നിൽക്കുന്നവർ ഇതിനെ പല രീതിയിൽ കാണുന്നുണ്ടെങ്കിലും ഒരേ രീതിയിൽ കഴിവുള്ള ഒരേപോലെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ ബാഹുല്യമാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ സ്ട്രെങ്ത് എന്ന് പറയും. സ്വാഭാവികമായിട്ടും ജനീഷ് വന്നപ്പോൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന വേറെയും കുറെ താല്പര്യമുള്ള പാർട്ടിയിൽ തന്നെ പലർക്കും പല നേതാക്കന്മാരായിട്ട് വ്യക്തിബന്ധങ്ങളൊക്കെയാണ്. അപ്പൊ അബിൻ വരണമെന്ന് ആഗ്രഹിച്ചവരുണ്ടാവും, ബിനു വരണമെന്ന് ആഗ്രഹിച്ചവരുണ്ടാവും, അഭിജിത്ത് വരണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റിനെ അനൗൺസ് ചെയ്തു. പുതിയ പ്രസിഡന്റ് ഒ.ജെ. ജനീഷാണ്. ഒ.ജെ. ജനീഷിന്റെ കൂടെ ഇവരെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒ.ജെ. ജനീഷ് ആരാന്ന് ചോദിക്കുമ്പോൾ അതേ ചോദ്യം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കേട്ടിരുന്നു. സണ്ണി ജോസഫ് ആരാന്ന് ചോദിച്ചു. ആരാ ഈ സണ്ണി എന്ന് ചോദിച്ച ആളുകളുണ്ട്. ആരാ സണ്ണി എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. സണ്ണി ജോസഫ് കൃത്യമായി കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ ആ പൊസിഷനിങ് ഉറപ്പുവരുത്തിയ ഒരാളാണ്. അതായത് നിലപാട് കൊണ്ട്, ക്ലാരിറ്റിയുള്ള വ്യക്തതയുള്ള വർത്തമാനം കൊണ്ട് കൃത്യമായിട്ടും കോൺഗ്രസ് എന്താണ് എന്ന് കൃത്യമായി പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ പറ്റി. ഒരു വാക്കുകൊണ്ടോ ഒരു മൗനം കൊണ്ടോ പോലും സണ്ണി ജോസഫിനെ ആക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഭാഗത്തുണ്ട്. സമാനമാണ് ഒ.ജെ. ജനീഷിന്റെ വരവിലും. ആരാ ഒ.ജെ. എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ KSUവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ കാലത്തിലൊക്കെ KSU കാലം തൊട്ട് എനിക്കറിയാവുന്ന ഒ.ജെ. ജനീഷിന്. ഇപ്പൊ ഈ ഒരു 6-7 വർഷത്തെ ഒരു ഡെവലപ്മെന്റ് ആണ് മാധ്യമ രംഗത്ത് വിസിബിലിറ്റി കിട്ടാനുള്ളത്. ഞങ്ങൾക്ക് 22 വർഷത്തിലധികമായിട്ട് KSU പ്രവർത്തനത്തിലുണ്ട്. KSU യൂത്ത് കോൺഗ്രസ് സംഘടനാ പ്രവർത്തനത്തിൽ പോലീസിന്റെ മർദ്ദനമേറ്റിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്, കൈയൊടിഞ്ഞിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. അതിൽ ഒരാൾ മാത്രമാണെന്നുള്ളതാണ് നമ്മളുടെയൊക്കെ അഭിമാനം. അതിനപ്പുറത്ത് നമുക്ക് കിട്ടിയ വിസിബിലിറ്റി, ഇപ്പൊ നിങ്ങൾ പോലും ഞങ്ങളെ വിളിക്കുന്നതിന്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വരുന്ന വിസിബിലിറ്റിയാണ്. ഈ ഫേസ് വാല്യൂ കിട്ടുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നതുകൊണ്ട്. ഇങ്ങനെ കിട്ടാത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഒ.ജെ. ജനീഷ്. ഞാൻ പറയുന്ന ഈ വിസിബിലിറ്റി ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സംസ്ഥാനത്തെ പദവിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിന്റെ മെസ്സേജ് കൂടിയാണ്.
OJ ജനീഷ് കൂവപ്പടി പോളിടെക്നിക്കിൽ KSU പ്രവർത്തകനായിട്ട് SFIക്കാരുടെ മർദ്ദനം ഏൽക്കുന്ന കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അതിനുശേഷം തൃശ്ശൂർ ലോ കോളേജിൽ പോയിട്ടുണ്ട്. KSU പ്രവർത്തനം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം, ഏറ്റവും നല്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു. കഴിഞ്ഞ ഞങ്ങളുടെ ഷാഫി പറമ്പിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി സംസ്ഥാന സമ്മേളനം തൃശ്ശൂരാണ് നടത്തിയത്. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം നിന്ന് തൃശ്ശൂർ ജില്ലയിൽ അതിനുവേണ്ട എല്ലാ സംഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ച ജില്ലാ പ്രസിഡന്റായിരുന്നു. അപ്പോൾ പോലും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത്, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യപ്പെടില്ല, പല കാരണം കൊണ്ടായിരിക്കും. അപ്പൊ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടുന്നില്ല എന്നോർത്ത് ഇവരാരും മോശക്കാരല്ല. ഏറ്റവും നല്ല സംഘടനാ പ്രവർത്തകരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായി സംഘടനാപരമായി യൂത്ത് കോൺഗ്രസിന് ചലിക്കാൻ പറ്റും. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലൊരു ജില്ലയിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ സംഘടനാ സാന്നിധ്യം ഉണ്ടായിരുന്ന ജില്ലയായിരുന്നു. അവിടെ കുറേ വീക്ക്നെസ്സസ് ഇപ്പോൾ ഉണ്ട്. അതൊക്കെ തരണം ചെയ്യാനായിട്ട് ജനീഷിനെ പോലുള്ള യുവ നേതാക്കന്മാർക്ക് സാധിക്കും. തീർച്ചയായിട്ടും അബിൻ വർക്കിക്ക് കിട്ടിയ ഈ വലിയ പരിഗണന അഖിലേന്ത്യാ ഭാരവാഹിയാക്കുന്നു, അഭിജിത്തിനെ പോലുള്ള ആളുകൾക്ക് അഖിലേന്ത്യാ ഭാരവാഹികളാക്കുന്നു. ഈ കിട്ടുന്ന സ്ഥാനം മറ്റു ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമാണ്. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അഭിപ്രായം അവരുടെ ഭാഗത്ത് ഇതേവരെ വന്നിട്ടില്ല. പക്ഷേ ചില കോണുകളിൽ നിന്നെങ്കിലും കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില പ്രസ്താവന എന്ന് പറയുന്നത്, VD സതീശന്റെ നോമിനിയാണ് OJ ജനീഷ്, അല്ലെങ്കിൽ VD സതീശന്റെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് OJ ജനീഷിന് ഈ ഒരു സ്ഥാനം നൽകിയത് എന്ന് പറയുന്നു. അവരുടെ കയ്യിൽ നിന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ VD സതീശനോട് അത്രയും ചേർന്ന് നിന്നൊരു വ്യക്തിയായിരുന്നു. ഈ ഒരു സ്ത്രീ വിഷയം വന്നപ്പോൾ അദ്ദേഹം മാറിയപ്പോൾ VD സതീശന്റെ അതിന്റെ നോമിനിയായിട്ടാണ് OJ ജനീഷിനെ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട്. ഇതില് അതിന് കൃത്യമായ ഉത്തരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ മുഴുവൻ ഉത്തരവാദി VD സതീശനാണെന്നാണ് പറയുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയതിന്റെ ഉത്തരവാദിത്വം VD സതീശനാണെന്ന് പറഞ്ഞാൽ CPM-കാരെ ആക്ഷേപിച്ചു, BJP-കാരെ ആക്ഷേപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൽ സംഘടനാപരമായി നടപടി എടുത്തതിന്റെ പേരിൽ VD സതീശൻ ആക്രമിക്കപ്പെട്ടു. പറവൂര് ഉണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് വൈപ്പിങ്കരയിലെ ഉണ്ണികൃഷ്ണൻ MLA-യുടെ പ്രശ്നം വന്നപ്പോൾ അത് മൂടി വെക്കാൻ സഹായിച്ചത് സതീശനാണെന്നുള്ള ആക്ഷേപം നേരിട്ടു. അത് പുറത്തു വന്നപ്പോൾ പുറത്തു വരുത്തിയത് ഗൂഢാലോചനയുടെ പുറകിൽ VD സതീശനാന്ന് പറഞ്ഞു. സമാനമായ സാഹചര്യമാണ് ഇതില്. ഇത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാര് കൂട്ടായി എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ അവരെടുത്ത ഒരു തീരുമാനമാണ്. തുല്യ യോഗ്യരായിട്ടുള്ള വിവിധ നേതാക്കന്മാർ ഒരു സ്ഥാനത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ അവിടെ പരിഗണിക്കപ്പെടുന്ന പല കാര്യങ്ങളും കൂടി നോക്കിയിട്ട് അതിൽ ഏറ്റവും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റിനെ നിയമിച്ചു എന്നുള്ളത് മാത്രം എന്ന് വെച്ചിട്ട് ഇതിൽ പരിഗണിക്കപ്പെട്ടവരിൽ ഈ സ്ഥാനത്തേക്ക് വെക്കാൻ ഒരേ ഒരു പ്രസിഡന്റിനെ വെക്കാൻ പറ്റുള്ളൂ. ബാക്കി ആളുകളെ പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല. മറ്റു പല പൊസിഷനുകളിലും വെച്ചു. അപ്പൊ ഈ പ്രസിഡന്റ് ആക്കപ്പെടാത്തവരൊക്കെ ഇതിനേക്കാൾ മോശപ്പെട്ടവരോ കുറവായ ആളുകളോ ഒന്നല്ല. അവരൊക്കെ മിടുക്കരാണ്, ഓൾറെഡി അവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഒരാൾക്ക് കൂടി അവസരം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിന് വളരെ സന്തോഷപൂർവ്വം, എന്നെ പോലുള്ള ആളുകൾ വളരെ സന്തോഷപൂർവ്വം കാരണം ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ വിസിബിലിറ്റി ഇല്ലാത്ത, വലിയ ഫാൻ ബേസുകൾ ഇല്ലാത്ത, അല്ലെങ്കിൽ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത സാധാരണക്കാരുടെ മാത്രം പ്രതിനിധിയായിട്ടുള്ള ഒരു സംഘാടകൻ, 100% സംഘാടകനായിട്ടുള്ള, മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ജോലിയും മറ്റ് ജീവിത സാഹചര്യങ്ങളും മാറ്റിവെച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സംഘടനയുടെ തലപ്പത്തേക്ക് എത്താൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു സാധ്യത കൂടിയാണ് ജനീഷിന്റെ വരവ്. ഇത് സാധാരണ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അവരെ പോലുള്ള ആളുകൾക്കും നാളെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ എത്താൻ പറ്റും എന്നുള്ളതിന്റെ വലിയൊരു സാധ്യതയാണ്. ജനീഷ് ആരാന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം ജനീഷിന്റെ കഴിഞ്ഞകാല ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. ഇനി അങ്ങോട്ട് ജനീഷ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യപ്പെടാൻ പോകുന്നത്? ജനീഷിന്റെ ആദ്യ സ്റ്റേറ്റ്മെന്റിൽ തന്നെയുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായി ജനീഷ് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജനീഷ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ക്യാപ്ഷനായിട്ട് ജനീഷിന്റെ പോസ്റ്ററിൽ വെച്ചത് രാഷ്ട്രീയം നയിക്കുമെന്നാണ്. രാഷ്ട്രീയമാണ് പുതിയ കാലത്തെ യുവാക്കളെ നയിക്കേണ്ടത്. അപ്പോ അത് പരിഗണിക്കപ്പെടുമ്പോൾ മറ്റൊന്നും ഒരു പരിഗണനാ വിഷയമല്ല. യൂത്ത് കോൺഗ്രസിലെ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. ചില കാര്യങ്ങളിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുള്ളത് തുടർന്ന് ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്. സംഘടനാപരമായി തെരഞ്ഞെടുപ്പിനെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അബിൻ വർക്കി പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും വലിയ വിഷയങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ദേശീയ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോ ഇത്രയും വലിയ അല്ലെങ്കിൽ പലരും ആഗ്രഹിച്ച ഒരു നേട്ടമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അതിൽ തൃപ്തനാവണം എന്നല്ലെങ്കിൽ തൃപ്തനാകാതിരിക്കുന്നത്? അല്ല, അതില് അബിൻ അസംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞില്ല. അബിന്റെ ആഗ്രഹം, അസംതൃപ്തി എന്നല്ല പറഞ്ഞത്, അത് അബിന്റെ ആഗ്രഹം സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അഖിലേന്ത്യാ തലത്തിലേക്ക് പ്രവർത്തിക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ ശ്രദ്ധ കുറയും എന്നുള്ളതാണ് അബിന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അത് അങ്ങനെയല്ലെന്ന് KPCC പ്രസിഡന്റ് കൃത്യമായി തിരുത്തിയല്ലോ. KSC വേണുഗോപാൽ എന്ന് പറഞ്ഞ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഈ രാജ്യമെമ്പാടും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുകയും രാഹുൽ ഗാന്ധിയോടൊപ്പം ഇടംവലം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം കേരളത്തിന്റെ നേതാവ് കൂടിയല്ലേ. കേരളത്തിലെ ഏത് രാഷ്ട്രീയ വിഷയങ്ങളിലാണ് KC വേണുഗോപാൽ സംസാരിക്കാതിരുന്നിട്ടുള്ളത്, ഇടപെടാതിരുന്നിട്ടുള്ളത്? അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും അവസാനം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുകയും രാഷ്ട്രീയ നിലപാടെടുക്കുകയും സമരരംഗത്ത് വരികയും ചെയ്ത ആളല്ലേ KC വേണുഗോപാൽ. അപ്പൊ നമുക്ക് അഖിലേന്ത്യാ ഭാരവാഹിത്വം എന്നുള്ളത് നമുക്കൊരു പൊസിഷനിങ് മാത്രമാണ്, പോസ്റ്റ് മാത്രമാണ്. അതിനപ്പുറത്ത് ഏത് മേഖലയിലും പ്രവർത്തിക്കാൻ അതൊരു തടസ്സമല്ല. അത് ചിലപ്പോ തെറ്റിദ്ധാരണയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് ഈ പാർട്ടിയിൽ ഒരു ഭാരവാഹിയാകുക എന്നുള്ളത് പോലും, ഒരു ബൂത്ത് സെക്രട്ടറി ആകുക എന്നുള്ളത് പോലും വലിയ അഭിമാനമായി കാണുന്ന കുറെ മനുഷ്യരുണ്ട്. ഇപ്പൊ പാർട്ടിയുടെ ബൂത്ത് പുനഃസംഘടന, വാർഡ് പുനഃസംഘടനയൊക്കെ നമുക്ക് കാണാം. പലരും നമ്മൾ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇന്ന വാർഡിലെ വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി അംഗം എന്നൊക്കെ പറയും, അവർ വലിയ അഭിമാനത്തോടെ കാണുന്നു. അപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത്രമാത്രം അഭിമാനകരമായ ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലല്ലോ. ഇപ്പോ ശശി തരൂര്, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ എത്രയോ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ കേരളത്തിൽ നിന്നുണ്ട്. അവരെല്ലാം കേരളത്തിൽ തന്നെയല്ലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ ബാക്കി പ്രവർത്തനങ്ങളും അതിനെ ഏകീകരിച്ച് അതിന്റെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് എവിടെ ഭാരവാഹിയാകുന്നു എന്നുള്ളതല്ല, നമ്മൾ ഏത് വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്.